വയനാട് പൊൻകുഴിയിൽ യാത്രക്കാർ റോഡിൽ കുടുങ്ങി. വനപാതയിൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കർണാടകയിൽ നിന്നും എത്തിയവരാണ് കുടുങ്ങിയത്. വിവരങ്ങൾ നൽകാനായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യം ഇപ്പോൾ? അഞ്ജന, സംഭവ സ്ഥലത്തേക്ക് പോലീസും ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയപാത 76-ലാണ് ഇത്തരത്തിൽ, അതായത് ഈ കാനനപാതയോട് ചേർന്നാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുള്ളത്. റോഡിലേക്ക് വെള്ളം കയറി യാത്രക്കാർ അകപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 100-ലേറെ യാത്രക്കാർ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആ വഴി വാഹനങ്ങൾ വരിക സ്വാഭാവികമാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വെള്ളം കുതിച്ചെത്തുന്നതും റോഡ് നിറയുന്നതും. അത്തരത്തിൽ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന 100ഓളം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫയർഫോഴ്സും പോലീസും എന്നിരുന്നാൽ തന്നെയും സ്ഥലത്തെത്തിയുണ്ട്. അല്പസമയത്തിന് തന്നെ ഇവരെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട് പൊൻകുഴിയിൽ യാത്രക്കാർ റോഡിൽ കുടുങ്ങി. വനപാതയിൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കർണാടകയിൽ നിന്നും എത്തിയവരാണ് കുടുങ്ങിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.